സാറേ ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളൂ. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചു വെച്ച് പാതിരേക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചാ. എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. ഞാൻ തച്ചിക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കണ്ടേ? എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റോ. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട. ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. അമ്മ ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. 1.5 കോടി രൂപയൊക്കെ തന്നെ പാർട്ടി റെഡിയാണ്. 4-5 തണ്ടല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടം അവരിത് ഇടിച്ചു പൊളിച്ച് കളയും. സാറാണ് എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കണത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയാനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താണ്ട ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണി ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കുട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്ന് കിട്ടുമായിരുന്നു. ഓ, അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല, സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറന്നു 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. സാറിന് വിളിക്കട്ടെ? വേണ്ട, തുടങ്ങാന്നേ. വേണ്ടാന്നേ. അതുങ്ങളാ ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു നോക്കുന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സഹതി. അത് ഒരു വര വരച്ചു, ഒരു കുത്തിട്ടു. ഐ ഫോർ ഐസ്ക്രീം. ഓക്കേടാ, അപ്പൊ ശരി. എടി മോളെ, ഇതിന്റെ അച്ഛൻ അവിടെ നിൽക്കാൻ പറയണേ. ഇന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു. ഇന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ. മേടിക്കുമെന്നറിയില്ല. എനിക്കെങ്ങും വേണ്ട. ഓ, എന്നതാ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി. എനിക്കൊന്നും വിശ്വാസമില്ല. അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത പോലെ. അച്ഛന്റെ പെൻഷൻ വാങ്ങാം. അച്ഛൻ കൊണ്ടുവന്ന പ്രസാദം വാങ്ങാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ആയാമേ. നീ എന്റെ ഇത് മേടിക്കും കേട്ടോ. പെൻഷനേ എന്റെ അവകാശമാ. അത് ഞാൻ വാങ്ങിക്കും. അതുപോലാണോ ഇത്? വെഡിങ് ആനിവേഴ്സറി കരുതിന് വേണ്ട ഞാൻ ആചരിക്കാൻ പോകുന്നത്. അത് ശരി. എടി അച്ഛൻ ചായ എടുക്ക്. വേണ്ട മോളെ, ഞാൻ കുടിച്ചതാ. ഇന്നത്തെ പേപ്പറല്ലേ ഇത്? അച്ഛൻ ഇന്ന് ഇവിടുന്നുണ്ടാവേ. പൈലപ്പൻ ചേട്ടനെ വിളിച്ചോ? സച്ചിയോടും കാര്യത്തോടും ഞാൻ വരാൻ പറയാം. നിന്റെ അമ്മായിമ്മ വെച്ച് വിളമ്പി തരുമെങ്കിൽ ഞാൻ ഉണ്ണാം. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം വെച്ചുണ്ടാക്കി. അതിനിവിടെ ആരുടെയും മോചാരം വേണ്ട. നീ സിതാരെ മോളെ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നിന്നുണ്ടാ. നിന്റെ അമ്മ വരുമെങ്കിൽ അവളെ കൂട്ടിക്കോ. സഖാവേ പോയാലോ? ഞാനൊക്കെ വരികയില്ല.
എടാ എന്നാ നിങ്ങൾ അവിടുന്ന് പോരുമ്പോ ഞാൻ കുറച്ച് പായസം തന്നു വിടാം. അത് ചിലപ്പോ കുടിക്കുമായിരിക്കും. അച്ഛമ്മ അതേ കറുത്ത തുണി എന്നാത്തിനാ? കരിങ്ങോടി കെട്ടാൻ അച്ഛമ്മ പറഞ്ഞില്ലേ? ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹമൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാന്നോ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി. എനിക്കൊന്നും കാണണ്ട, കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ടൻ വീട്ടിൽ വന്നാ രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുളയാ? അല്ലേ? ദേ വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി. എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേക്കത്തില്ല. വീട്ടിലേക്ക് പോന്നാ വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? മമ്മ മരിച്ചു. ആരുമില്ല. വിവേകത്തില്ലേ? എനിക്കെങ്ങനെ വരാൻ പറ്റുന്നത്? നാളെ മറ്റന്നാൾ അവധിയല്ലേ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ ഞാൻ എത്തും. ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു. കിട്ടിയല്ലോ അല്ലേ? ഹലോ ഹലോ നമ്മൾ പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള്. എനിക്കത് ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും തട്ടിപ്പാ. നിന്നെ മടുത്ത അയാൾ ഇട്ടേച്ചു പോകും. അതാ എന്റെ പേടി. ഒന്നും കഴിച്ചില്ലല്ലോ. അയാളെന്താണ് മോളെ വരാഞ്ഞത്? പോട്ടെ, എന്നാലും അയാൾക്ക് വരായിരുന്നു. നിങ്ങളുടെ ഈ ലിവിങ് ടുഗദറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല. അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ മമ്മയോട് പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഇവിടെ കിടക്കണം മോളെ. വേണ്ടല്ലോ ചേച്ചി. സോറി, വരാനൊത്തില്ല. അതെന്റെ തെറ്റ്. ആ വിട്ടുകള, നീ ക്ഷമിക്കും. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ? എന്നതൊക്കെയുടെ പറയുന്നത്? മമ്മ മരിച്ചേക്കുന്ന ഈ അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട. ഏത് മൂഡിലായാലും
ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മോൾക്ക്. ഒന്ന് പോയി തരാവോ? അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? ഇത് കഴിക്കും, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേടുകാരി തള്ള. അതിന് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? Number not being reached by